ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. കഴിയാൻ പദം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുത്തെ കൂട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാനും നമുക്കങ്ങോട്ട് ചിലപ്പോൾ എടുക്കാമെന്നും പറഞ്ഞിരിക്കും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത്. കാരണം പലരല്ലേ ചെയ്യുന്നത്. അവിടെ നിന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. ഇവിടെ പലരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് കുക്കിംഗ് താല്പര്യം അത്ര ഇല്ലല്ലോ ബാക്കിയുള്ള. അപ്പം ഓമനാൻറ്റി പറഞ്ഞത് പശുവിനെ ആടിനെയൊക്കെ കാണിക്കുന്നു. ഇവിടെ നമ്മുടെ ഇവിടെ ആടുണ്ടായിരുന്നു, അതിനെല്ലാം കൊടുത്തു. ഇപ്പം ആടും ഇല്ല, പശുവില്ല. ഇവിടെ ഏറിയയിൽ എങ്ങും ഇല്ല ആടും പശു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കുഴലെടുത്ത് ഇനി ഒരു കുഴൽ വാങ്ങിക്കണം. കൊച്ചന്മാർ കളഞ്ഞു. തണുത്തിരിക്കുവോ വിറവാങ്ങ്. പ്ലാസ്റ്റിക് വെച്ചിട്ട് മണ്ണ് ആ കുപ്പിയിലേക്ക് തന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ ദോശ വേണ്ടിയവർക്ക് ദോശ, ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി, സാമ്പാർ, ഇച്ചിരി ചിക്കൻ കറിയുണ്ട്. ഇവിടുത്തെ സാമ്പാർ കണ്ടോ, കഷ്ണങ്ങൾ ഞാൻ കലക്കി അടിച്ചങ്ങ് ഉണ്ടാക്കും. ഇവിടെ കഷ്ണങ്ങൾ വേണം ഇവർക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സാവകാശം വന്നൊരു ചായ കുടിക്കുമായിരുന്നു. ഞാൻ ഈ ഗ്ലാസ്സിലെടുത്ത പോളിന് ഇവിടുത്തെ കുപ്പി ഗ്ലാസ്സിലാണ് വേണ്ടി. വരുന്നെന്തുവാ നൂലായിരിക്കും അല്ലെ, വല്ല പെണ്ണുങ്ങളെ തുണികളെ ഇതൊക്കെ പറിച്ചോണ്ട് വന്നിട്ട് പറയും ഇത് എന്റെ ഒരു ഫ്രണ്ട് തന്നെ, നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റാ. ശരിക്കും പിള്ളേരെ കൊടുക്കുകയും ചെയ്യും സാധനങ്ങള്. ഞാൻ നിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എടുക്കരുത്, മെയിൻ്റെനൻസ് ഇല്ല. ഇവിടെ തന്നെ കൊതു അടിക്കൂടാ. കണ്ട Mario, Mavi. Hein? Oi, क्या? तेरा ग्लास है. मेरी जो. मैंने ऑर्डर मच नहीं डाला. पोन. ഇല്ല, നീ ഇവിടെ കണ്ടിട്ട് എന്തിയെ മുട്ടയിട്ടോ നോക്കട്ടെ. മുട്ടയിട്ടോടി. ഇന്നലത്തെ മുട്ട എണ്ണം പൊട്ടിപ്പോയി. പൊട്ടിച്ചാരോ കുടിച്ച്. ഞാൻ നോക്കട്ടെ ഒന്ന്. പതുക്കെ ഇറങ്ങിപ്പോ. ഓടിച്ചോ, കോഴി പേടിപ്പിക്കല്. പതുക്കെ ഉണ്ടോ നോക്ക്. മുട്ട പൊട്ടിപ്പോവും. ഫ്രീസർ അങ്ങനെ പോവാതെ. ഇവിടെ രണ്ടുപേര് ഡെലിവറി എടുക്കാൻ നിൽക്കുക. പതുക്കെ പോ. നിങ്ങളെ കണ്ടോണ്ട് പേടിച്ചിരിക്കുക.
ആ പോടി, ഞങ്ങൾ അറിഞ്ഞു മുട്ടയിട്ടെന്നറിഞ്ഞു. ആ പതുക്കെ പോയി നീ. പോ. ഓ ഇത് ചാട്. എടാ അതുങ്ങൾക്ക് ഇത് ഈ ഇനത്തിലെ കോഴിയായോണ്ട് അതുങ്ങൾക്കൊക്കെ ഇത്തിരി ചാടാനൊക്കെ പ്രയാസമെന്ന് തോന്നുന്നു. കമ്മിയിരിക്കും. ആ പോ. ആ പോയി നോക്ക് ഉണ്ടോന്ന് മുട്ട. ഉണ്ടോ? ഇല്ലേ? പിന്നെന്തിനാ അങ്ങനൊന്നും വലിച്ചെടുക്കണ്ട. അങ്ങനെ ഇരുന്നോട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇല്ലേ? ഓലഞ്ഞാലി കിളിയാ. രാവിലെ ഇതൊക്കെ കേൾക്കാൻ ഒരു രസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കുയിലിൻ്റെ സൗണ്ട്. അത് ചുരുക്കമായിട്ട് ഇവിടെ അങ്ങനെ ഉള്ളു. മീൻകാരനെ നോക്കിയിട്ട് കണ്ടില്ല. എന്നാൽ എന്നോട് ആരോ പറഞ്ഞു, ആ വിജി നാട്ടിൽ ചെന്നിട്ട് വെറൈറ്റി ആയിട്ട് എന്തെടുക്കണം വിജിയുടെ മീൻകാരനും അതൊക്കെ കാണിക്കാതെ. കോഴിയുടെ കൊക്കര കാരണം ഞാൻ ചിന്തിച്ച് മുട്ട ഇടുവാന്ന്. പക്ഷേ അത് മുട്ടയൊന്നും ഇട്ടില്ല, വെറുതെ ഉള്ള കളിപ്പീരായിരുന്നു. അപ്പോൾ ഇന്നലെ കഴുകിയ തുണികൾ ഇങ്ങനെ കാർപോർച്ചിലിട്ടേക്കുമായിരുന്നു. അപ്പം നല്ല വെയിൽ, അതെടുത്തൊന്ന് വെയിലത്തോട്ട് ഇടട്ടെ. वीडियो ले ले एक കൊച്ചിനെ എടുത്തേക്കുന്നു. കൊച്ചു समझा कुछ ऐसे लेके बैठा था ना, वेटर अंकल बोला कि बच्चे को है क्या है। ഓമയ്ക്ക കിട്ടി. ഇനിയും ഇരിപ്പുണ്ട് ഒരെണ്ണം കൂടെ പഴുത്തത്. ഏതോണ്ട് അവിടെ കൊണ്ടിടാ, വാഴയുടെ അവിടെ. ഓക്കെ അല്ല ഇപ്പൊ ഇട്ടില്ലേ നീ, അവിടെ കൊണ്ടിടും. അങ്ങോട്ട് പോ, പതുക്കെ പോ. അങ്കൂനൊരു ഫോർക്ക് എടുത്തോണ്ട് വാടാ. ഇവന്മാർക്ക് ഇഷ്ടമല്ല. അവർക്ക് കൊടുവാളില്ലല്ലോ അവിടെ. കൊടുവാളുണ്ട്, എന്നാൽ ഇതാ കഷ്ടം. ഇങ്ങനെ മോനെ തേങ്ങ. അയ്യോ അതാ പറയുന്നത് നാട്ടില്. മോനെ ഒന്നുകൂടെ വേണോടാ, ഒന്നുണ്ടോ അങ്ങ് പൊതിച്ചേരോ.
അപ്പം ഇവിടെ ഉണ്ടോ? അപ്പോൾ ബാക്കി വയ്ക്കുന്ന ചിക്കനും എടുത്ത് കറി. ആ എന്ത് എന്നെ നോക്കാതെ അങ്ങ് ചെയ്തു. പെർമിഷൻ കിട്ടി. ഞാൻ നിന്റെ ഇച്ചിരി എടുത്ത് മുമ്പേ വീഡിയോ എടുത്തോണ്ടോ എടുക്കണ്ടാന്ന് എടുക്കടി. അമ്മ ഇങ്ങനെ തയ്യാറായി നിൽക്കും എടുക്കാൻ. എന്നെ എടുക്കല്ലേ പറഞ്ഞേക്കാം. ഈ ബെഞ്ച് എന്നെ പറ്റിച്ചിട്ടുണ്ടോ ചിലത്? എടുക്കല്ലേന്ന് പറയാം. എന്നാ ഇല്ല അല്ല കണ്ടവാനും കോലം തിരിഞ്ഞു വേണ്ട. ഇല്ല, ഇത്രയും പ്രായമായിട്ടായിരിക്കും കണ്ടോളം കോലം തിരിഞ്ഞു. അത് ചെറുതാ. കയ്യെ വർത്താനം പറയുന്നതിനിടയിൽ കണ്ടോ തേങ്ങായ ഇത് വേണ്ട വേണ്ട അങ്ങനെ അറിയല്ലേ. കണ്ടുപിടിക്കട്ടെ. കൈ മോനെ കണ്ടുപിടിക്കുമായിരുന്നു. കണ്ട് തെങ്ങയൊന്നും ഇട്ട് കൊടുക്കും. അമ്മയായിരുന്നു പിടിച്ചോണ്ടിരുന്നത്. എനിക്കിതും കൊണ്ട് പൊതിക്കാൻ ഒരു വാക്കും ഇല്ല. എനിക്ക് നമ്മുടെ കൊടുവാളും കൊണ്ട് വാക്കത്തിയും കൊണ്ട് പൊതിക്കാനേ അറിയത്തുള്ളൂ. ഇതും കൊണ്ട് എനിക്ക് ഒട്ടും അറിയത്തില്ല. ബ്രദറും ഇപ്പോഴാണ് ഇത് പിന്നെ ചെയ്ത് പഠിച്ചത്. ഈ റബ്ബർ വെട്ടാൻ പോകുമ്പോഴും ഈ മണ്ണൊക്കെ ഇങ്ങനെ കിളച്ചെടുക്കുമ്പോഴൊക്കെ ഈ ഇങ്ങനെ ഷൂ ഇടുന്നതാണ്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടി. ഇത് നമുക്ക് കൊടുവാളും കൊണ്ട് പൊളിക്കാനാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. ആണോ? ഇവ 4 കുത്ത് കുത്തുന്നതാണ്. ശിവയ്ക്ക് നല്ല 3 കുത്ത് ചേർത്താൻ പൊളിക്കും. ആ ആ ചണ്ടി എടുത്ത് വെച്ചേക്കണേ. ഇന്നലെ ഞാൻ കിടന്ന് ഞാൻ വെട്ടിയെടുത്ത് ചോദിച്ചു ചണ്ടി എടുത്ത് വെച്ചോന്ന്. അവൾ പറഞ്ഞ അവരെല്ലാം എടുക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് പ്രൈസിന് ആ തേങ്ങ പൊതിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു. അവനത് കൗതുകത്തോടെ നോക്കി നിൽക്കും. അപ്പോഴും പിന്നെ ഇതൊക്കെ അറിയാം. യുവമാർ അങ്കിളിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. പിന്നെ പക്ഷേ ഈ കൊതുകിൻ്റെ ഇതായതുകൊണ്ട് ഭയങ്കര കൊതുകാന്നുള്ളതാണ്. ആങ്ങൾ ഓരോ തമാശ പറയുന്നത് പ്രൈസൻ അത്ര അറിയത്തില്ല. ഇത് മഴ വരുമ്പോൾ ഒളിച്ചു പോകത്തില്ലയോടാ ഈ മണ്ണുകള്? മഴ വരുമ്പോൾ തെളിഞ്ഞു വന്നോളും. ആണോ? അവിടെ വെള്ളം കിട്ടി കിടക്കുക. പാറപ്പൊടി ആ സാരമില്ല, അതൊന്നും കടിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ അരി വാർത്തിടാന്ന്. അമ്മ പറഞ്ഞു വേണ്ട, ഇപ്പം നീ കുറച്ചാളുകൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അമ്മ ചെയ്തോളാന്ന്. കിട്ടിയില്ല. അതായിരിക്കാം. ഇനി ഒരു വെട്ടൂടെ വെട്ടാമേ. മാങ്ങ ഇഷ്ടം, പേരൊക്കെ ഇഷ്ടം. പോളുമോന് തേങ്ങ തിരുമാൻ കൊതി, അങ്ങനെ കൊടുത്തതാ. പക്ഷെ അത് നന്നായി ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവൻ പുതച്ചല്ലി കിടക്കുന്നേ. എന്നാടാ വാ, പണിക്കാർക്ക് കാപ്പി കൊടുക്കട്ടെ. പണിക്കാർക്ക് കാപ്പിയല്ല ഇപ്പം 1000 രൂപയാ ഊണും. ബട്ടണുകളുടെ കൂട്ടിൽ ഈ മീശ നിനക്ക് ഇപ്പോഴേ വേണോ? ബൂട്ടോ? ആ അത് നിനക്കെന്തോത്തിനാ? ആ ഇവിടോ? ഇവിടെ ഇല്ലത്, അത് ഒരെണ്ണേ ഉള്ളു.
റബ്ബർ വെട്ടാൻ പോകുമ്പം രാത്രി ഇടാനാ, പാമ്പൊക്കെ കടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ സേഫ്റ്റി വേണോടാ ഇതൊക്കെ ഇടാൻ, ഈ കാട്ടിൽ കൂടെ ഒക്കെ രാവിലെ മരം വെട്ടാൻ പോകുമ്പോൾ. लेकिन मेरे को भी चाहिए, उरुम्बा मेरे को बहुत काटते हैं। ഉറുമ്പ് കടിക്കുന്നത് ഈ അകത്ത് കയറിയേ. घर पे बैठ के कुछ करने के लिए है ही नहीं तो। अरे उनको क्यों काटता है? उनको का ऊपर खड़ा रहता है, इसके लिए आग दिया जाता है. മലയാളമൊക്കെ പറഞ്ഞില്ലോടി. നോക്കിയോണ്ട് ആ പാദം ഇതിലെ വിറക് തീർന്നു. ഞാൻ എടുക്കാൻ പോയി. അങ്ങനെ പറഞ്ഞ് ഞാൻ മുറ്റത്ത് നിൽക്കുമല്ലേ, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അവനെടുക്കാൻ പോയി. എന്നാൽ പ്രൈസിന് അതിൻ്റെ അകത്തുണ്ട്. അപ്പം പ്രൈസനും വിറവ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പ്രൈസൻ കൊണ്ടുവരുന്ന വിറവ് കണ്ടോണേ വലിയ ആളായിട്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു കമ്പ് എടുത്തോണ്ട് വന്നിട്ട് എടാ എടുത്തോണ്ട് പോടാ 2-3 അത് മതി, നാളെ എടുക്കാൻ ബാക്കി. अरे कॉकरोच है इधर। ആ മുഖം ഒന്ന് തുറച്ചോ. കൊത്തത്തൊന്നുമില്ലടാ, പോ നീ. എടാ ഒന്നും ചെയ്യത്തില്ല, ഇതിലങ്ങ് ഇറങ്ങ്, പോ ഇതിലേ. രാവിലെ തൊട്ടൊരു കോഴിയുടെ പുറകെ. നമ്മക്കറിയത്തില്ലായിരുന്നല്ലേ ഇതുങ്ങൾ കളിപ്പീരുകാരികളാണ്. ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവം. അതിൻ്റെ അകത്തുണ്ടോ നോക്ക്, അണ്ട അതിൻ്റെ അകത്ത്. ആ ഇങ്ങ് എടുക്ക്. അയ്യോ പ്രീസൻ്റെ എക്സ്പ്രഷൻ. ആ ചോറ് പിടിച്ചോ. ആങ്ങള ഞാൻ വരുന്നതിന് എനിക്ക് കാണാൻ വേണ്ടി എല്ലാം വിറകെല്ലാം കീറി അടുക്കി, എനിക്കിതൊക്കെ കാണാൻ കൊതിയാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഒതുക്കി ഇങ്ങനെ വെച്ചേക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞ വീഡിയോ പോയി എടുക്കടിയെന്ന്. ഇവിടെ എല്ലാം ഇങ്ങനെ, ഇത് നമ്മുടെ ആട്ടുംകൂടായിരുന്നു. ആ അതൊക്കെ കാണും. പ്രൈസിന് ഇവിടെ പാറ്റയും പല്ലിയൊക്കെ കണ്ടിട്ട്. പോളിന് കുഴപ്പമില്ല. मेरे को भी प्रॉब्लम नहीं, लेकिन लगेगा तो प्रॉब्लम है। ഷീറ്റിൻ്റെ എല്ലാ സാധനങ്ങൾ മേളിലാണ് വെച്ചേക്കുന്നത്. മാറിയ തേങ്ങ നോക്കട്ടെ. നാത്തൂൻ്റെ അവിടെ നിന്ന് അങ്ങനെ അവരെ കൊണ്ടുവിട്ടിട്ട് വന്നോണേ തേങ്ങ കൊടുത്തു വിട്ടേ മേപ്രായിന്ന്. ഇതെന്തുവാ ഈ കെട്ടി വെച്ചേക്കുന്നേ? തൊണ്ടേ ചിരട്ട. തേങ്ങ ഈ ഒരു ചാക്കല്ലേ? അപ്പം നമ്മൾ ഈ ഒരു റബ്ബർ ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട്, ഉണങ്ങിയ വേര് മൂടി. അപ്പം അത് നമുക്ക് എടുക്കാൻ അനുവാദമില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ ഒരളന്നിട്ട് പോയല്ലേ. ഒരു മരം അങ്ങാണ്ട് എടുത്താൽ 4000 രൂപ അങ്ങനെ കണ്ട് പിഴയുടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ മഴയത്ത് കിടപ്പുണ്ട്. ഇരിഞ്ഞ് കിടക്കുന്ന ഒരെണ്ണം കണ്ടില്ലേ, അത് ഉണങ്ങി മഴയത്ത് വീണതാണ്. അത് നമുക്ക് വെട്ടിയെടുക്കാനും അനുവാദമില്ല. കൊതുവിനെ പോയിക്കുവാ, കൊതുവിനെ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.